ഒരു വള്ളംകളിയോട് കൂടി ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം. ഈ കൂട്ടുകുടുംബത്തിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് രണ്ട് വാക്കൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. 3 ആൺമക്കളും 3 ജില്ലയിൽ നിന്നുള്ള പെണ്ണുങ്ങളും അവരുടെ മക്കളും ചേർന്ന് 11 പേര്. അതിൽ 7 പേര് പെണ്ണുങ്ങളും ബാക്കി 5 പേര് ആണുങ്ങളും. കുട്ടികളെയൊക്കെ നോക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പണി ഇച്ചിരി കുറവാണ്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യും. ആണുങ്ങളെല്ലാം പറമ്പിലേക്കും പോവും. അങ്ങനെ എല്ലാത്തിനും ഒരു ഡിവിഷൻ ഉണ്ട് ഇവിടെ. രാവിലെ എണീറ്റിട്ട് കുരുമുളക് ഉണക്കാനായിട്ട് എല്ലാവരും കൂടി മുറ്റത്തേക്കുണ്ട്. കുരുമുളക് ഉണക്ക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി. കാരണം കുരുമുളകിന്റെ സീസൺ ആണല്ലോ. ഇടയ്ക്ക് വരുമ്പോഴായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തെങ്കിലും പരിപാടി ചെയ്യണം കാണുമ്പോഴത്തേനും എന്റെ കൊച്ചിന് അതിൻ്റെ അകത്ത് ഒന്ന് വന്ന് വരവണം. അതൊരു പ്രത്യേക തരം ഒരു അനുഭൂതിയാണ്. അതൊക്കെ വാരി എറിയണം. ഉച്ചയ്ക്ക് മഴ പെയ്തപ്പോൾ ഇതുപോലെ അപ്പാപ്പയും കുഞ്ഞാറ്റയോടും കൂടി വള്ളത്തിൽ കളിയായി. എന്തൊക്കെ രസം! അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു. ആന്റിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചാമ്പയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്നല്ല കേട്ടോ, ഒരു കവറ് നിറച്ച്. എല്ലാവർക്കും ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കാനുള്ളതല്ലേ. കുറച്ച് കൊണ്ടുവന്നിട്ട് എന്താ കാര്യമല്ലേ. നല്ല ചുവന്ന് തുടുത്ത് ഇതുപോലുള്ള ചാമ്പയ്ക്ക. ഒരു ചാമ്പയ്ക്ക എടുത്തിട്ട് എന്റെ കൊച്ചിന്റെ കയ്യിലോട്ട് ഇതുപോലെ കൊടുത്തു. കുറെ തിന്ന് കഴിഞ്ഞപ്പോൾ അവള് എന്നെ മടുത്തിട്ട് എനിക്ക് തിരിച്ചു കൊടുത്തു. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി. എല്ലാവരും ഉള്ളതാണല്ലോ. പിന്നെ പായസമൊക്കെ കുടിച്ച് എല്ലാവരും കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. മമ്മി മിക്കപ്പോഴും അടുക്കളയിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പി ഒരു ഗ്യാപ്പ് കിട്ടി അപ്പം മേക്കപ്പ് ചെയ്യാൻ പോകും. എന്തോ പറ്റിയതാണ്. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വേറൊരാളുണ്ട്. എല്ലാവരും വൈകിട്ടാകുമ്പോഴത്തേനും റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സിനിമയൊക്കെ കാണും. ഡാഡിയും കൂടെ കൂടും കേട്ടോ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അന്ന് അങ്ങനെയാണ്.